നമ്മൾ ഇന്ന് അർദ്ധവാർഷിക പരീക്ഷ 2025 ചോദ്യപേപ്പർ സോൾവ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും പരീക്ഷ എളുപ്പമായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? എന്തായാലും നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, എബ്രായ വേദപുസ്തകത്തിന്റെ യവന ഭാഷാന്തരം ഏത്? സെപ്റ്റുവജിന്റ് ആണ് അതിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ബാബേൽ പ്രവാസത്തിലായിരുന്ന യഹൂദരെ യെരുശലേമിലേക്ക് മടങ്ങുവാൻ അനുവദിച്ച പാസി രാജാവ് ആര്? കോരശാണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, മോശയുടെ പിൻഗാമി ആര്? യോശുവയാണല്ലേ. നാലാമത്തെ ചോദ്യം, കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെടാത്തത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അതിൽ തീത്തോസ് ആണ് കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെടാത്തത്. അഞ്ചാമത്തെ ചോദ്യം, പ്രത്യാശയുടെ ലേഖനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ത്? പത്രോസിന്റെ 1-ാം ലേഖനത്തെയാണ് പ്രത്യാശയുടെ ലേഖനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആറാമത്തെ ചോദ്യം, ഹാശ ആഴ്ചയുടെ നമസ്കാരം ആരംഭിക്കുന്നത് എപ്പോൾ? ഓശാന കഴിഞ്ഞുള്ള സന്ധ്യയിലാണ് ഹാശ ആഴ്ചയുടെ നമസ്കാരം ആരംഭിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, ലൊക്കുമോർ തെശുബുഹത്തോ എന്ന് ആരംഭിക്കുന്ന ഗീതം ഏത് ഗീതത്തിന്റെ സുറിയാനിയാണ്? നാഥാ തേസ്തുതിയും എന്ന ഗീതത്തിന് പകരം നമ്മൾ പാടുന്നതാണ് ലൊക്കുമോർ തെശുബുഹത്തോ. ഇനി എട്ടാമത്തെ ചോദ്യം, കർണത്താൽ അവനെ കൈക്കൊണ്ടുദരെ പേറി. എന്താണ് കർണം? ചെവിയാണ് കർണം അല്ലേ? മലയാളം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കർണത്തിന്റെ അർത്ഥം ചെവി എന്നാണെന്ന്. ഇനി ഒൻപതാമത്തെ ചോദ്യം, വൈരികളിൽ നിന്നും കാത്തെങ്ങള നീ ഹാലേലുയ്യ. ശത്രുക്കളെ ലജ്ജിപ്പിച്ചു ബാറയ്ക്കുമോ എന്നതാണ് അല്ലേ? ഇത് സ്ലീബാട് കുക്കിലിയോന്റെ സങ്കീർത്തന ഭാഗമാണ്. അപ്പം അത് ആ ഒരു ലൈനാണ് എഴുതേണ്ടത്. പത്താമത്തെ ചോദ്യം, ഈൽഷാദായ് എന്ന വാക്കിന്റെ അർത്ഥം? സർവശക്തനായ ദൈവം എന്നാണ് ഈൽഷാദായ് എന്ന വാക്കിന്റെ അർത്ഥം. 11ാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ അല്ലേ? യാക്കോബും യൂദയുമാണ് യേശുക്രിസ്തുവിന്റെ ബ്രദേഴ്സായിട്ട് പൊതുലേഖനങ്ങൾ എഴുതിയ 2 പേര്. ഇനിയും 12ാമത്തെ ചോദ്യം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഡാഷ് കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വിശ്വാസം എന്നതാണ് അതിന്റെ ഉത്തരം. 13ാമത്തെ ചോദ്യം, ഡാഷ് എന്ന പദം ദൈവം ജനമധ്യേ കൂടാരമടിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഷെക്കീന എന്ന വാക്കാണ് അതിന്റെ ഉത്തരം. ഇനി ഒറ്റ വാക്കിൽ കവിയാതെ ഉത്തരം എഴുതാനുള്ള ചോദ്യം. 14ാമത്തെ ചോദ്യം, യഹൂദന്മാരുടെ കാനോനിക പെരുന്നാളുകൾ ഏതെല്ലാമായിരുന്നു? പെസഹ, പെന്തിക്കോസ്തി, കൂടാര പെരുന്നാൾ. ഇവ 3ഉമാണ് യഹൂദന്മാരുടെ കാനോനിക പെരുന്നാളുകൾ. ഇനി 15ാമത്തെ ചോദ്യം, അപ്പോക്കലിപ്റ്റിക്കൽ കൃതികൾ എന്നാൽ എന്ത്? അതിക്രൂരമായ മതപീഡനത്തിന്റെ കാലത്ത് യഹൂദ സഭയിൽ രൂപം കൊണ്ട് വളർച്ച പ്രാപിച്ച സാഹിത്യ ശാഖയാണ് അപ്പോക്കലിപ്റ്റിക്കൽ കൃതി, അല്ലെങ്കിൽ വെളിപാട് സാഹിത്യമെന്നും ഇതിന് പറയും. ഇനിയും 16ാമത്തെ ചോദ്യം, പരിശുദ്ധനായ പരമല തിരുമേനി ഷമ്മാശനായിരിക്കുമ്പോൾ കണ്ട ദർശനം എന്തായിരുന്നു? ഷമ്മാശന് കനകക്കല്ലൂരി എന്ന അസുഖം ബാധിച്ചപ്പോൾ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ് ഷമ്മാശൻ ദർശനം കണ്ടത്. ദൈവമാതാവ് തന്റെ സമീപത്ത് വന്ന് നിൽക്കുന്നതായിട്ടും രോഗം ഭേദപ്പെടുമെന്നും ശിഷ്ടായുസ് ദൈവവേലയ്ക്കായിട്ട് വിനിയോഗിക്കണമെന്നും പറയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹത്തിന്റെ രോഗം ഭേദമായതിനു ശേഷം തന്റെ ശിഷ്ടകാലം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. ഇനിയും അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം, പൗരസ്ത്യ ആധ്യാത്മികതയുടെ മുഖമുദ്രയായി പരിശുദ്ധനായ അത്താനാസിയോസ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഉദ്ധരിക്കുക. പരിശുദ്ധനായ അത്താനാസിയോസിന്റെ പ്രമാണം ഓർത്തഡോക്സിയുടെ മുഖമുദ്രയായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ്. ദൈവപുത്രൻ മനുഷ്യപുത്രനായത് മനുഷ്യപുത്രരെ ദൈവപുത്രരാക്കുവാനാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം. ഇനിയും അടുത്ത ചോദ്യം, പരിശുദ്ധ പരമല തിരുമേനിയുടെ ജീവചരിത്രം പഠിച്ചതിൽ തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ അനുകരിക്കുവാൻ തീരുമാനിച്ച എന്തെങ്കിലും ഒരു കാര്യം എഴുതുക. അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യമായിരിക്കണം. ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും അല്ലെ? ദൈവവേലയ്ക്കായിട്ട് തന്റെ ജീവിതം ഞാൻ സമർപ്പിക്കുവാൻ തീരുമാനിച്ചു, നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാൻ തീരുമാനിച്ചു, മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ആണ് പരമല തിരുമേനി നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നതിനെ അനുസരിച്ച് നിങ്ങൾ എഴുതുക. ഈ 2-3 വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ. 19ാമത്തെ ചോദ്യം, തനാക്ക് എന്നാൽ എന്ത്? തനാക്ക് എന്ന് പറഞ്ഞാൽ പഴയ നിയമം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തനാക്ക്. അത് വന്നിരിക്കുന്നത് തോറ, നബി, കെത്തുബി എന്നീ 3 വാക്കുകളുടെ ആദ്യാക്ഷരങ്ങൾ ചേർന്നുകൊണ്ട് രൂപപ്പെട്ട ഒരു വാക്കാണിത്. തോറ
തോറ എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങൾ. നബീം എന്ന് പറഞ്ഞാൽ പ്രവാചക ഗ്രന്ഥങ്ങൾ. യോശുവ, ന്യായാധിപന്മാരൊക്കെ നബീം അല്ല പ്രവാചക ഗ്രന്ഥങ്ങൾക്ക് ഉദാഹരണമാണ്. കെത്തുവീം എന്നാൽ തിരുവെഴുത്തുകൾ. രൂത്ത്, എസ്ര, നെഹമ്യാവ് ഒക്കെ തിരുവെഴുത്തുകളിൽ അല്ലെങ്കിൽ കെത്തുബീം എന്ന വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളാണ്. അങ്ങനെ തോറ, നബീം, കെത്തുബീം എന്നിവയുടെ ആദ്യാക്ഷരങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പഴയ നിയമ പുസ്തകത്തിന് പറയുന്ന പേരാണ് തനാക്ക്. ഇനിയും അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം, പൗലോസ് എഴുതിയ കത്തുകളെല്ലാം നമുക്ക് ലഭ്യമായിട്ടില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കാം? പൗലോസ് എഴുതിയ കത്തുകൾ എല്ലാം നമുക്ക് ലഭ്യമായിട്ടില്ല. 2 ഉദാഹരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിനു മുൻപ് അവർക്ക് എഴുതിയ ഒരു കത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ആ കത്തിനെ കുറിച്ച് കൃത്യമായ വിവരണങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. പിന്നെ കൊലോസി ലേഖനത്തിൽ ലൗദിക സഭയ്ക്ക് ഒരു കത്തയച്ചതായിട്ട് പറയുന്നുണ്ട്. അതും നമുക്ക് ലഭ്യമല്ല. ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ കത്തുകൾ നമുക്ക് എല്ലാം ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഇനി 21ാമത്തെ ചോദ്യം, സഭയെപ്പറ്റി വിശദീകരിക്കുവാൻ പൗലോസ് ലീഹ ഉപയോഗിക്കുന്ന പ്രതിരൂപങ്ങൾ ഏവ? സഭയെക്കുറിച്ച് വിവരിക്കുവാനായിട്ട് 3 പ്രതിരൂപങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. 1 ദൈവരാജ്യത്തിന്റെ മന്ദിരം, 2 ക്രിസ്തുവിന്റെ മണവാട്ടി, 3 ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. അതിനെ ഓരോന്നിനെയും കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതി വേണം ആ ഉത്തരം പൂർത്തിയാക്കുവാനായിട്ട്. ഇനി 22ാമത്തെ ചോദ്യം, ഒരു പുസ്തകം കാനോനിൽ അംഗീകരിക്കപ്പെടുവാൻ പരിഗണിക്കുന്ന 3 മാനദണ്ഡങ്ങൾ എഴുതുക. ഗ്രന്ഥകർത്താവ് സ്വീകാര്യനായ ഒരു ആത്മീയ മനുഷ്യനായിരിക്കണം. ഉള്ളടക്കം വിശ്വാസത്തിനും ജീവിതക്രമത്തിനും ഉപകരിക്കുന്നതും ഇത്തരത്തിലുള്ള മറ്റ് കൃതികളോട് പൊരുത്തപ്പെടുന്നതുമായിരിക്കണം. ആരാധനയിൽ ഉപയോഗിച്ച് പൊതുവായ സ്വീകാര്യത ആർജിച്ചിരിക്കണം. പിന്നെ 4ാമതൊരു പോയിന്റോടെ പുസ്തകത്തിലുണ്ട്, വിശ്വാസികൾക്ക് ദൈവബോധം ഉളവാക്കുന്നതും അവരെ ദൈവത്തിങ്കലേക്ക് നയിക്കുന്നതുമായിരിക്കണം. ഇതിലെ 3 പോയിന്റുകളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. 23ാമത്തെ ചോദ്യം, ദുഃഖ ശനിയാഴ്ചയിലെ വിശുദ്ധ കുർബാന മറ്റു സാധാരണ ദിവസങ്ങളിലെ കുർബാനയുമായിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? പ്രധാനമായിട്ടും എഴുതേണ്ടത് ദുഃഖ ശനിയാഴ്ചത്തെ വിശുദ്ധ കുർബാന നടത്തുന്നത് പ്രധാന മദ്ബഹയിലായിരിക്കുകയില്ല, സൈഡിലുള്ള ഏതെങ്കിലും ഒരു മദ്ബഹയിലായിരിക്കും അന്നത്തെ വിശുദ്ധ കുർബാന നടത്തുക. കാരണം കർത്താവിന്റെ ഖബർ അടക്കം ചെയ്ത ത്രോണോസ് ആയതുകൊണ്ടാണ് അവിടെ വിശുദ്ധ കുർബാന അന്ന് നടത്താത്തത്. പിന്നെ ഓർക്കുവാനുള്ള കാര്യം, മറ്റുള്ള ദിവസങ്ങളിലെ പോലെ അന്ന് വൈദികന്റെ സമാധാന ആശംസയുണ്ടാവില്ല, പരസ്പരം കൈകസൂരി കൊടുക്കത്തില്ല, എവൻഗേലിയോൻ വായന അനാർഭാടമായിരിക്കും, അവസാനം കൈമുത്തുണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതാനായിട്ടുള്ളത്. ഈ പ്രാർത്ഥനാ ഗീതം എന്ന വിഭാഗത്തിലെ 24ാമത്തെ ചോദ്യം, ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രദക്ഷിണങ്ങളുടെ പ്രത്യേകതകൾ ഏവ? 2 പ്രദക്ഷിണങ്ങളാണ് ഒന്നുള്ളത്. സാധാരണ പ്രദക്ഷിണങ്ങൾക്ക് വ്യത്യാസമായിട്ട് ക്ലോക്ക് വൈസ് ആയിട്ടാണ് പ്രദക്ഷിണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്രദക്ഷിണം 3-ാം മണി നമസ്കാരത്തിന് ശേഷമാണ് നടത്തുന്നത്. തെക്കേ വാതിൽ വഴി ഇറങ്ങി ക്ലോക്ക് വൈസ് ആയിട്ട് പള്ളിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം നടത്തി വടക്കേ വാതിലിൽ കൂടി അകത്ത് പ്രവേശിക്കുന്നു. കർത്താവ് കുരിശും വഹിച്ചുകൊണ്ട് ഗോകുൽത്ത മലയിലേക്ക് നടന്നു പോയതിനെ അനുസ്മരിക്കുന്ന പ്രദക്ഷിണമാണ് ഈ പ്രദക്ഷിണം. സ്ലീബ തോളിന്മേൽ താങ്ങി എന്ന ഗീതമാണ് ഈ പ്രദക്ഷിണത്തിൽ ആലപിക്കുന്നത്. ഈ 2ാമത്തെ പ്രദക്ഷിണം കുരിശുകുമ്പടിയിലിന് ശേഷം പള്ളിയകത്തുകൂടി നടത്തുന്ന പ്രദക്ഷിണമാണ്. പള്ളിയകത്തുകൂടി 2 പ്രാവശ്യം ക്ലോക്ക് വൈസ് ആയിട്ടും 1 പ്രാവശ്യം ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുമാണ് ഈ പ്രദക്ഷിണം നടത്തുന്നത്. കർത്താവിന്റെ മൃതശരീരം കുരിശിൽ നിന്ന് ഇറക്കി കല്ലറയിലേക്ക് വഹിച്ചുകൊണ്ട് പോയതിനെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന പ്രദക്ഷിണമാണ്. ഈ സമയത്ത് അരിമത്യ നാട്ടിൽ എന്ന ഗീതം ചൊല്ലിയാണ് ആ പ്രദക്ഷിണം നടത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ വേണം അതിനുള്ളിൽ എഴുതുവാനായിട്ട്. 25ാമത്തെ ചോദ്യം, പെസഹായുടെ കൗമ, അതിന്റെ ഗദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. തന്റെ പെസഹായാൽ പെസഹായുടെ കുഞ്ഞാടിനെ നീക്കിയവനായ മശിഹ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നതാണ് എഴുതേണ്ട ഭാഗം. ഇനിയും അടുത്ത ചോദ്യം, 26ാമത്തെ ചോദ്യം, സ്ലീബായുടെ കുക്കിലിയോനിലെ സങ്കീർത്തന ഭാഗം ഉദ്ധരിക്കുക. ഇത് ഏത് സങ്കീർത്തന ഭാഗം എന്നും എഴുതുക. ഇതേ ഭാഗത്തു നിന്നുള്ള 2ാമത്തെ ചോദ്യമാണ് അല്ലെ. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹാലേലുയ്യ, ദ്വേഷികളെ മെതിച്ചിടും നിൻ നാമത്തിൽ, വൈരികളിൽ നിന്നും കാത്തെങ്ങള നീ ഹാലേലുയ്യ, ശത്രുക്കളെ ലജ്ജിപ്പിച്ചു ബാറയ്ക്കുമോ. ഇതാണ് സ്ലീബായുടെ കുക്കിലിയോനിന്റെ സങ്കീർത്തന ഭാഗം. ഇത് 44ാം സങ്കീർത്തനത്തിന്റെ 5, 7 വാക്യങ്ങളാണ്. 27ാമത്തെ ചോദ്യം ഗീതം പൂർത്തിയാക്കാനുള്ള ചോദ്യമാണ്. ജ്ഞാനഞ്ചുന്നെൻ പാപത്താൽ ശുദ്ധർ കേകും മോദപ്പൂങ്കാവിൽ, വേലിക്കൊത്തന്നെ നാഥ എൻ പാപം രോധിക്കല്ലേ, രക്ഷിച്ചെന്നെ നരകത്തിൻ നേകുകവാസം, തിരുഹിതമാം സ്ഥാനെ ബാറയ്ക്കുമോ.
ഇത്രയുമാണ് എഴുതേണ്ടത്. ചെറിയൊരു ഭാഗം മാത്രമാണ് പൂരിപ്പിക്കാനായിട്ട് തന്നത് അല്ലേ. 28ാമത് ചോദ്യം, യാക്കോബിന്റെ ലേഖനത്തിലെ പ്രധാന ആശയങ്ങൾ വിശദീകരിക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. 1.5 പേജാണ് എഴുതാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തെക്കുറിച്ച് എഴുതുമ്പോൾ പൊതുവിലുള്ള ലേഖനങ്ങളിൽ ഒന്നാണ് യാക്കോബിന്റെ ലേഖനം. എഴുത്തുകാരൻ 12 അപ്പോസ്തലന്മാരിൽ പെട്ട യാക്കോബ് അല്ല, കർത്താവിന്റെ സഹോദരന്മാരിൽ ഒരുവനായ യാക്കോബാണ്. അദ്ദേഹം യെരുശലേമിലെ സഭയിലെ എപ്പിസ്കോപ്പ ആയിരുന്ന വ്യക്തിയാണ്. സഭയുടെ തൂണുകളിൽ ഒരാളായിട്ട് എണ്ണപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിനും പ്രവർത്തികൾക്കുമുള്ള തുല്യനില വ്യക്തമാക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ ഈ ലേഖനം ഉദ്ദേശിക്കുന്നു. പ്രായോഗിക ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്ന ശ്രദ്ധേയമായ ഒരു ലേഖനമാണിത്. ഈ ലേഖനത്തിന്റെ സന്ദേശമായിട്ട് പ്രധാനമായും 4 കാര്യങ്ങളാണ് അദ്ദേഹം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 1 വിശ്വാസവും പ്രവൃത്തിയും, 2 ക്രിസ്തീയ സമത്വവും സഹോദര സ്നേഹവും, 3 നാവിനെ നിയന്ത്രിക്കുക, 4 പ്രാർത്ഥന. ഈ 4 കാര്യങ്ങളെക്കുറിച്ചും പുസ്തകത്തിലെ ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതുകൂടെ വെച്ച് വേണം നിങ്ങൾ അത് പൂർത്തിയാക്കുവാനായിട്ട്. ഇനിയും അടുത്ത ചോദ്യം, 29ാമത്തെ ചോദ്യം, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ദേറാ ജീവിതത്തെക്കുറിച്ച് ഉപന്യസിക്കുക. ദേറാ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങിൽ 3ാമതായിട്ട് പരിമല തിരുമേനിയുടെ പാഠത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ അന്തോണിയോസ് തിരുമേനിയുടെ ജീവിതം സ്വാധീനിച്ച കാര്യം, അദ്ദേഹം പിന്നീട് തന്റെ ജീവിതം വെട്ടിക്കൽ ദേറായിലേക്ക് മാറ്റിയത്, അവിടുത്തെ ഒരു അന്തരീക്ഷത്തിന്റെ വ്യത്യാസം, ആരും വരാതിരുന്ന ഒരു സ്ഥലത്ത് പരിമല തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ആൾക്കാരെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയതിനെക്കുറിച്ച്, പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും റമ്പാൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനൊരു മാറ്റം കൊടുക്കുന്നത്, അദ്ദേഹത്തിന്റെ ഉപവാസ ആദി കർമ്മങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം ഈ എസ്സേ പൂർത്തിയാക്കുവാനായിട്ട്. ചോദ്യപേപ്പർ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.